അടുത്തത് നമുക്ക് മോഡൽസ് ഓഫ് മെംബ്രെയിൻ സ്ട്രക്ചേഴ്സ് പഠിക്കാം. You know the model that has been accepted for membrane structure now. പക്ഷേ lot of scientists have put their efforts and understandings into developing this model that we are currently accepting. നിങ്ങൾക്കറിയാം സിംഗർ ആൻഡ് നിക്കോൾസന്റെ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡലാണ് ഇപ്പം മെംബ്രെയിൻ സ്ട്രക്ചറിന് അക്സെപ്റ്റഡ് ആയിട്ടുള്ള മോഡൽ. But lot of scientists have worked on it. But we'll just go through who are the scientists and what are the models they had proposed for the membrane structure. Okay? First, in 1890, നിങ്ങൾ കാലഘട്ടം നോക്കണം, ടൈം സ്കെയിൽ നോക്കണം. 1890 ടെക്നോളജി വലുതായിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് പോലില്ല. അപ്പൊ കംപ്ലീറ്റ്ലി ദീസ് ഫൈൻഡിങ്സ് ഹാവ് ബീൻ കംപ്ലീറ്റ്ലി ഡൺ ഓൺ based on ഒബ്സർവേഷൻസ് ആൻഡ് സെൻസസ്. അപ്പൊ ലോജിക്കും ഒബ്സർവേഷനും ഒക്കെ അപ്ലൈ ചെയ്ത് വളരെ സിമ്പിൾ എക്സ്പെരിമെന്റിലൂടെയാണ് ഈ ഓരോ സയന്റിസ്റ്റും മെംബ്രെയിൻസിന്റെ സ്ട്രക്ചർ പ്രപ്പോസ് ചെയ്തേക്കുന്നത്. അത് നമ്മൾ തലയിൽ വെച്ചിട്ട് വെക്കണം. കാരണം ഈ ടൈമിൽ നമ്മളിപ്പോ ഇന്ന് 2020 ആയി. അപ്പോൾ ടെക്നോളജി ഹാസ് ഡെവലപ്ഡ് എ ലോട്ട്. അന്നത്തെ കാലം അങ്ങനല്ല. 1890 ഒരു ടെക്നോളജിയും കാര്യമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടില്ല. അപ്പൊ ആ കാലഘട്ടത്തിൽ ഈ ഓരോ സയന്റിസ്റ്റ്മാരും അവരുടെ ബുദ്ധിയും ലോജിക്കും ഒബ്സർവേഷനും കൊണ്ടാണ് ഓരോ സ്ട്രക്ചറും പ്രപ്പോസ് ചെയ്തേക്കുന്നത്. അത് മനസ്സിൽ ഇരുത്തിക്കൊണ്ട് വേണം ഇത് ഓരോന്നും കേൾക്കാൻ. So first starts with Charles Overton in 1890. His work was on plant root hair. So what he observed is what he observed that lipid soluble substance can easily penetrate cell. By that time people knew that cell had a cell membrane. അപ്പോൾ if something is penetrating into the cell, it means that it has crossed the cell membrane. ശരിയല്ലേ? അപ്പൊ ഒരു സെല്ലിലേക്ക് ഒരു സാധനം കടക്കണമെങ്കിൽ it has to cross the cell membrane. അപ്പൊ ലിപ്പിഡ് സോല്യൂബിൾ സബ്സ്റ്റൻസിന് സെൽ മെംബ്രെയിൻ കടന്ന് സെല്ലിലേക്ക് എത്താൻ പറ്റുന്നു, പക്ഷെ വാട്ടർ സോല്യൂബിൾ സബ്സ്റ്റൻസിന് പറ്റുന്നില്ല എന്ന് ചാൾസ് ഓവർട്ടൺ എക്സ്പെരിമെന്റിലൂടെ കണ്ടെത്തി. So what he suggested that lipids are present on the cell surface as a coat. Okay, so he observed this. Polar ആയിട്ടുള്ള molecules are not being taken up by the cell, but non-polar molecules are able to come in. So what he proposed is cell has got a lipid coat over it. Okay. Next, Irving Langmuir in 1900. What he did is he purified phospholipids. അപ്പോൾ ഓൾറെഡി ചാൾസ് ഓവർട്ടൺ ഹാസ് ടോൾഡ് ദാറ്റ് ലിപ്പിഡ്സ് ആണ് മെംബ്രെയിനിലുള്ളതെന്ന്. അപ്പം ദിസ് സയന്റിസ്റ്റ് ഹി പ്യൂരിഫൈഡ് ഫോസ്ഫോലിപ്പിഡ്സ് ആൻഡ് ഹി ഡിസോൾവ് ഇറ്റ് ഇൻ ബെൻസീൻ. വാട്ടർ സോലബിൾ അല്ലല്ലോ, അതുകൊണ്ട് ബെൻസീനിൽ ഡിസോൾവ് ചെയ്തിട്ട് വാട്ട് ഹി ഡിഡ്, ഹി ലെയർഡ് ദിസ് സാമ്പിൾ ഇൻ ടു വാട്ടർ സർഫസ്. അപ്പോൾ വാട്ടർ സർഫസിലോട്ട് ലെയർ ചെയ്തപ്പോഴത്തേക്ക് വാട്ട് ഹാപ്പൻ, ഈച്ച് ഓഫ് ദി ഫോസ്ഫോലിപ്പിഡ് മോളിക്യൂൾ ഫോംഡ് a structure like this. അപ്പൊ ഫോസ്ഫോലിപ്പിഡിന് ഒരു പോളാർ ഹെഡും നോൺ പോളാർ ടെയിൽ ഉള്ളത് നിങ്ങൾക്ക് അറിയാം. അപ്പൊ വാട്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പോളാർ. സോ പോളാർ ഹെഡ് വിൽ interact with only water. ശരിയല്ലേ? So this molecule arranged itself in such a way that the polar head is interacting with the water molecule and non-polar tail is moving upwards. മനസ്സിലാണല്ലോ? മൂവിങ് അല്ല, ഇറ്റ് ഇസ് ഓറിയന്റഡ് അപ്വേർഡ്സ്. അപ്പൊ ഇങ്ങനെ ഒരു മോണോ ലെയർ ഫോം ചെയ്തതായിട്ടാണ് ഇർവിംഗ് ലാങ്മ്യൂർ കണ്ടെത്തിയത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈ പറഞ്ഞ ഇർവിംഗ് ലാങ്മ്യൂർ പറഞ്ഞ ഈ കാര്യത്തിനെ ബേസ് ചെയ്തിട്ടാണ് പിന്നീട് മെംബ്രെയിൻ സ്ട്രക്ചറിന്റെ ഫെർദർ ഡെവലപ്മെന്റ് എന്നുള്ളത്. അടുത്ത ഗോർട്ടർ ആൻഡ് ഗ്രൻഡിൽ ഇൻ 1925 ഗോർട്ടർ ആൻഡ് ഗ്രൻഡിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സ്പെരിമെന്റ്. നിങ്ങൾ ഈ എക്സ്പെരിമെന്റ് ഒന്ന് ശ്രദ്ധിക്കണം. എന്ത് സിമ്പിൾ എക്സ്പെരിമെന്റിലൂടെ അവർ വലിയൊരു കാര്യമാണ് കണ്ടെത്തിയത്. വാട്ട് ദേ ഡിഡ് ഇസ് they extracted the lipids from known number of erythrocytes. Erythrocytes means RBCs. You know that RBCs don't have any organelles or nucleus or anything. RBCs എന്ന് പറയുന്നത് ജസ്റ്റ് മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള സെല്ലാണ്. അതിൻ്റെ അകത്ത് ഓർഗനൽസോ ഒന്നുമില്ല. അപ്പൊ ഇത് RBCക്കകത്തുള്ള അല്ലെ എറിത്രോസൈറ്റ്സിലുള്ള മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ചുറ്റിനുള്ള മെംബ്രെയിൻ മാത്രമാണ്. അപ്പൊ വാട്ട് ദേ ഡിഡ് ഇസ് they extracted the lipid from the erythrocytes. Okay, and they dissolved it in benzene and they formed a known number of erythrocytes ആണ്. And they formed ഈ ഇതിന് മുമ്പുള്ള എക്സ്പെരിമെന്റ് പോലെ തന്നെ they layered it on water. അപ്പൊ അവർ ലെയർ ചെയ്തിട്ട് what they did, they calculated the surface area of erythrocytes first. Okay, എന്നിട്ട് they also estimated the total surface area of the
layer of lipid that was extracted from the erythrocyte. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായോ? എറിത്രോസൈറ്റ് എടുത്തു, സേ ഒരു നോൺ നമ്പർ ഓഫ് എറിത്രോസൈറ്റ് എടുത്തു, ആ നോൺ നമ്പർ ഓഫ് എറിത്രോസൈറ്റ്സിന് ടോട്ടൽ സർഫസ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്തു മാത്തമാറ്റിക്കലി. അത് കഴിഞ്ഞിട്ട് അതിന്റെ ലിപ്പിഡ്സ്, അതിലുള്ള ലിപ്പിഡ്സ് എക്സ്ട്രാക്ട് ചെയ്തിട്ട് ബെൻസീനിൽ ഡിസോൾവ് ചെയ്തു, എന്നിട്ട് വാട്ടറിന് പുറത്ത് ലെയർ ചെയ്തു. അങ്ങനെ ലെയർ ചെയ്തിട്ട് ഈ വാട്ടറിൽ ലെയർ ചെയ്ത ആ ഒരു മെംബ്രെയിന്റെ സർഫസ് ഏരിയ നോക്കിയപ്പോൾ ടോട്ടൽ എറിത്രോസൈറ്റിന്റെ സർഫസ് ഏരിയയുടെ ഡബിൾ ആയിട്ട് കണ്ടു. അപ്പൊ അതിന്ന് ഗോട്ടർ ആൻഡ് ഗ്രൻഡൽ പ്രപ്പോസ് ദാറ്റ് എറിത്രോസൈറ്റ്സ് ഹാവ് ഗോട്ട് ബൈ ലെയർ, ഒറ്റ ലെയർ അല്ല. ഒറ്റ ലെയർ ആയിരുന്നെങ്കിൽ ഈ ഇതിന്റെ ടോട്ടൽ സർഫസ് ഏരിയയും വാട്ടറിന്റെ മുകളിൽ ഉണ്ടാക്കുന്ന സർഫസ് ഏരിയയും സെയിം ആയിരുന്നു. പക്ഷെ വാട്ടറിന്റെ മുകളിൽ ഉണ്ടാക്കിയ സർഫസ് ഏരിയ വാസ് ഡബിൾ ദ സർഫസ് ഏരിയ ഓഫ് ടോട്ടൽ എറിത്രോസൈറ്റ്സ്. അപ്പൊ അതിന്റെ അർത്ഥം എന്തുവാ? all the erythrocytes have got a bilayer of lipid. അപ്പൊ ലിപ്പിഡ് ബൈലെയർ എന്ന കൺസെപ്റ്റ് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് ഗോട്ടറും ഗ്രൻഡലുമാണ്. ടൈം ശ്രദ്ധിക്കുക, 1925 ഈ സംഭവം നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് സ്ട്രക്ചർ, ലിപ്പിഡ് ബൈലെയർ. വേറൊരു ഫോമിലൂടെ കാണിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇനി അങ്ങനെ കുറെ കാലം ലിപ്പിഡ് ബൈലെയർ ആണ് മെംബ്രെയിന്റെ സ്ട്രക്ചർ, അടിസ്ഥാനമായിട്ടുള്ള സ്ട്രക്ചർ എന്ന് വിശ്വസിച്ചിരുന്ന കാലത്ത് പിന്നീട് പല സയന്റിസ്റ്റ്മാർക്ക് പല സംശയങ്ങൾ വന്നു. സോ വാട്ട് they found that just a lipid bilayer cannot explain the surface tension or solute permeability or electrical resistance of cell membranes. അപ്പൊ സാധാരണ സെൽ മെംബ്രെയിനുള്ള ചില പ്രോപ്പർട്ടീസ്, ഈ പറഞ്ഞ പ്രോപ്പർട്ടീസ് നോക്കുമ്പോൾ അത് വെറും ലിപ്പിഡ് ബൈലെയർ ആയിരുന്നുവെങ്കിൽ ഈ പറഞ്ഞ പ്രോപ്പർട്ടീസുമായിട്ട് മാച്ച് ചെയ്യുന്നില്ല. ഓക്കെ, കാരണം വെച്ചാൽ ദ സർഫസ് ഏരിയ ഓഫ് ലിപ്പിഡ് ഫിലിം വാസ് ഫൗണ്ട് ടു ബി സിഗ്നിഫിക്കന്റ്ലി ഹയർ ദാൻ ദാറ്റ് ഓഫ് സെല്ലുലാർ മെംബ്രെയിൻ. അപ്പൊ സാധാരണ സെൽ മെംബ്രെയിനിലുള്ള സർഫസ് ടെൻഷനെക്കാട്ടി കൂടുതലാണ് ലിപ്പിഡ് ഫിലിമിനുള്ള സർഫസ് ടെൻഷൻ. ഓക്കെ, അപ്പൊ ലിപ്പിഡ് ഫിലിമിനും സെല്ലുലാർ മെംബ്രെയിനും ഒരേ സർഫസ് ടെൻഷൻ ആണെന്ന് നമുക്ക് പറയായിരുന്നു. ഓക്കെ, സെൽ മെംബ്രെയിനിൽ ലിപ്പിഡ് ഫിലിം മാത്രമേ ഉള്ളൂ. പക്ഷെ അങ്ങനെയല്ല, ലിപ്പിഡ് ഫിലിമിന് ഹയർ സർഫസ് ടെൻഷൻ കണ്ടു, പക്ഷെ സെൽ മെംബ്രെയിൻ അതിനെക്കാട്ടി കുറഞ്ഞ സർഫസ് ടെൻഷൻ കണ്ടു. അതിനോടൊപ്പം തന്നെ അവർ വേറൊരു കാര്യം കണ്ടെത്തി, ലിപ്പിഡ് ഫിലിമിന്റെ അകത്ത് കുറച്ച് പ്രോട്ടീൻ കൂടെ മിക്സ് ചെയ്താൽ ദിസ് സർഫസ് ടെൻഷൻ ഈസ് ഗെറ്റിംഗ് ലോവേർഡ്. ഓക്കെ, പിന്നൊരു കാര്യം കണ്ടത്, ജനറലി സെൽ മെംബ്രെയിൻസിന്റെ അകത്ത് ഈ ഷുഗർ, അയൺ, മറ്റ് ഹൈഡ്രോഫിലിക് സൊല്യൂട്ട്സ്, ഇപ്പൊ ലിപ്പിഡ് ലെയർ മാത്രമാണെങ്കിൽ ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള പോളാർ ആയിട്ടുള്ള മോളിക്യൂൾസിനകത്തോട്ട് എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ പക്ഷേ ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ആർ ഏബിൾ ടു എൻറ്റർ ദ സെൽ. അപ്പൊ ഇതും ഈ വെറും ലിപ്പിഡ് ഫിലിം ആണെങ്കിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. അപ്പൊ ലിപ്പിഡ് ഫിലിം മാത്രമല്ല, അത് കൂടാതെ അതിൻ്റെ അകത്ത് വേറെ ചില മോളിക്യൂൾസ് ഉണ്ട്. ആ മോളിക്യൂൾ ഒരുപക്ഷെ പ്രോട്ടീൻ ആയിരിക്കാം എന്ന് പല പ്രപ്പോസൽസ് വന്ന് ഫൈനലി 1935 ഹ്യൂഗ് ഡേവിസണും ജെയിംസ് ഡാനിയലും they proposed the next structure of lipid, that is next structure of membrane, that is protein lipid protein sandwich model. What they proposed is lipid bilayer ന്റെ ചുറ്റിനും ഒരു പ്രോട്ടീൻ കോട്ടിംഗ് ഉണ്ടെന്ന് അവര് പ്രപ്പോസ് ചെയ്തു. മനസ്സിലാവുന്നുണ്ട്? ഇതുപോലെ ഒരു കോട്ടിംഗ് ഉണ്ടെന്ന്. ഈ വയലറ്റ് കാണുന്ന പ്രോട്ടീൻ കോട്ടാ, ഇത് ലിപ്പിഡ് ബൈലെയർ. അതിന്റെ ചുറ്റിനും ഇങ്ങനെ പ്രോട്ടീൻ കോട്ട് ഉണ്ടായിരിക്കാം എന്ന് പ്രപ്പോസ് ചെയ്തു. ഇനി എങ്ങനെയാണ് പോളർ മോളിക്യൂൾസ് അകത്തോട്ട് കടക്കുന്നതെന്ന് അവർ പറഞ്ഞത്, ഇതുപോലത്തെ പോൾസ് ഉണ്ട് പോലും. അപ്പൊ ലിപ്പിഡ് ബൈലെയറിന്റെ അകത്ത് ഇതുപോലത്തെ ഒരു ചാനൽസ് ഉണ്ട്. അത് ആരാ ഉണ്ടാക്കുന്നത്? പ്രോട്ടീൻ തന്നെ. ഇതെല്ലാം പ്രോട്ടീൻ, ഈ റെഡ് കളറിൽ കാണുന്ന എല്ലാം പ്രോട്ടീനാണ്. ഇങ്ങനെ പ്രോട്ടീൻ കോട്ടിംഗ് ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു കണ്ടോ, ഇത് പ്രോട്ടീൻ കോട്ടാണ്. അപ്പൊ അത് ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള പ്രോട്ടീന്റെ കോട്ടാണെങ്കിൽ പോളർ മോളിക്യൂൾസിന് ഇതിലൂടെ കടക്കാൻ പറ്റും. അണ്ടർസ്റ്റാൻഡ്? സോ ഡേവിസൺ ആൻഡ് ഡാനിയൽ suggested that there is protein surrounding the lipid bilayer and some poles are formed by the proteins which permits the polar molecules to enter the cell. Okay, now in 1960, by 1960 electron microscope was invented. Okay, but David Robertson, he did an experiment with the membranes. What he did is he stained the membrane with heavy metal osmium and he observed it under the electron microscope. What he found railroad track like structure. He called it trilaminar structure and finally that unit membrane structure enna peru koduthu. And how it looked, see, it looked like a railroad structure. There were two, ഇതൊരു മെംബ്രെയിൻ ആണ് കേട്ടോ. ഈ കാണുന്ന മേളിൽ കാണുന്ന ദിസ് ഇസ് വൺ മെംബ്രെയിൻ, ദിസ് ഇസ് അനദർ മെംബ്രെയിൻ, ദിസ് ഇസ് വൺ സെൽ, ദിസ് ഇസ് അനദർ സെൽ. അപ്പൊ ഇതിന്റെ ഇടയ്ക്കുള്ള ഈ സെല്ലിന്റെ മെംബ്രെയിൻ ആണ് ഇത് കാണുന്നത്, ഈ സെല്ലിന്റെ മെംബ്രെയിൻ ആണ് ഈ കാണുന്നത്. നൗ ലുക്ക് അറ്റ് ദിസ് മെംബ്രെയിൻ. രണ്ട് വരയുണ്ട്. There is two dark region and within the dark region there is a light region, right? So what David Robertson proposed that this
whatever is outside the membrane, that is the protein coat, must be taking the osmium. That is why it is heavily stained, whereas the light region is less stained. That's why you are getting this railroad track like structure. Clear? അപ്പോൾ ഈ ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് പിക്ചർ ഇറ്റ് സപ്പോർട്ടഡ് ഡേവ്സ് ആൻഡ് ഡാനിയൽ മോഡൽ. അവരുടെ പ്രപ്പോസൽ എന്ന് പറഞ്ഞാൽ ലിപിഡ് ബൈലെയർ കോട്ടഡ് വിത്ത് പ്രോട്ടീൻ. സോ റോബർട്ട്സൺ ഗോട്ട് electron micrograph similar to their findings. This supported their findings. So again I am showing another picture. Here there are two adjacent cells. This is one cell, this is another cell. This is cell membrane of this cell and this is cell membrane of this cell. This is cell membrane of this cell. അപ്പോൾ ഇവിടെ കണ്ടോ, ഇവർ തമ്മിലുള്ള ഇൻട്രാക്ഷൻ ആണ്. ഇത് ഒരു റെയിൽറോഡ് സ്ട്രക്ചർ, ഇത് വേറെ റെയിൽറോഡ് സ്ട്രക്ചർ. ഈ റെയിൽറോഡ് സ്ട്രക്ചർ ഇത് ലിപിഡ് ബൈലെയറും പ്രോട്ടീൻ കോട്ട് ആയിരിക്കാം എന്നാണ് അന്ന് പ്രപ്പോസ് ചെയ്തത്. ക്ലിയർ? ബട്ട് ലേറ്റർ many scientists pointed out some shortcomings of Davison Daniel model. Now, what was the proposal? What was the shortcomings that they pointed out? All the membranes were 6 to 8 nanometer thick. Okay, മിക്കവാറുമുള്ള മിക്ക മെംബ്രെയിൻസും ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് നോക്കുമ്പോൾ they range from 6 to 8 nanometer thick. ഇനി അതിൽ ലിപ്പിഡ് ബൈലെയർ വിൽ ടേക്ക് അപ്പ് 4 to 5 nanometer. ഓക്കെ, അപ്പോൾ ഈ ടോട്ടൽ തിക്നെസ് ആയ 6 to 8 നാനോമീറ്ററിൽ 4 to 5 നാനോമീറ്റർ തിക്നെസ് പറഞ്ഞാൽ ലിപ്പിഡ് ബൈലെയർ എടുക്കും. പിന്നെ മിച്ചമുള്ള 1 to 2 നാനോമീറ്റർ ഇതിൽ മാത്രമേ പ്രോട്ടീന് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി proteins, you have already learned there are alpha structures and beta pleated structure. അപ്പോൾ ഈ 1 to 2 നാനോമീറ്റർ തിക്നെസ്സിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് ബീറ്റ സ്ട്രക്ചേഴ്സ് മാത്രമാണ് തിയറിറ്റിക്കലി. പക്ഷേ പലരും സ്റ്റഡി ചെയ്തപ്പോഴത്തേക്ക് ലോട്ട് ഓഫ് മെംബ്രെയിൻ പ്രോട്ടീൻസ് വെർ ഫൗണ്ട് ടു ബി ആൽഫ ഹെലിക്സ്. അപ്പോൾ ആൽഫ ഹെലിക്സ് ഒരിക്കലും ഈ 1 to 2 നാനോമീറ്റർ തിക്നെസ്സിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഡേവ്സൺ ഡാനിയൽ മോഡൽ കുഡന്റ് എക്സ്പ്ലെയിൻ ദിസ്. അടുത്ത നെക്സ്റ്റ് ഷോർട്ട് കമ്മിങ് എന്ന് പറയുന്നത് if their proposal that lipid bilayer coated with protein was right, all the membranes in this world അല്ലെങ്കിൽ ഈ ബയോസിസ്റ്റത്തിലുള്ള സകല മെംബ്രെയിനും it should have same or similar protein to lipid ratio, isn't it? But it was found that the original protein to lipid layer in different membrane varied from 3 to 0.25. മനസ്സിലാവുന്നുണ്ടോ? ചില മെംബ്രെയിന് 3 ആണ് പ്രോട്ടീൻ ലിപ്പിഡ് റേഷ്യോ എങ്കിൽ ചിലതിന് 0.25 ആണ്. ഇനി അധികം എന്തിനു പറയണം, മൈറ്റോകോൺഡ്രിയയിൽ തന്നെ ഔട്ടർ മെംബ്രെയിന് ഇന്നർ മെംബ്രെയിനിലുള്ള protein to lipid ratio was varying. That means the proportion of protein and lipid was different in different membranes. So that also was not explained by Davison Daniel model. Okay. ഇനി അടുത്ത പ്രോബ്ലം എന്ന് വെച്ചാൽ if the lipid bilayer was coated with protein, it can never be digested by the enzyme phospholipase. Phospholipase എന്ന് വെച്ചാൽ ഫോസ്ഫോലിപ്പിഡിനെ ഹൈഡ്രോളൈസ് ചെയ്യുന്ന എൻസൈം. പക്ഷേ ശരിക്ക് when membranes were treated with phospholipases, it was subjected to hydrolysis, which shows that the protein is not coating the lipid bilayer. Again, Davison Daniel model തെറ്റാണെന്നുള്ളതിൻ്റെ ഒരു സൂചനയാണത്. ഇനി the membrane proteins generally found in the living system, they could be extracted only using organic solvents or detergents. They were insoluble in water. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ പ്രോട്ടീൻസ് ഇൻസോലബിൾ ഇൻ വാട്ടർ എന്ന് പറയുമ്പം ദി ഡേവ്സൺ ഡാനിയൽ മോഡൽ പ്രപ്പോസ് ചെയ്ത് എന്തുവാ, ലിപ്പിഡ് ബൈലെയർ കോട്ടഡ് വിത്ത് പ്രോട്ടീൻ. അപ്പൊ അത് കോട്ട് ചെയ്യുന്ന പ്രോട്ടീൻ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഓൾവേസ് കണക്റ്റഡ് ടു വാട്ടർ. അപ്പൊ അത് വാട്ടർ സോലബിൾ പ്രോട്ടീൻ ആയിരിക്കണം. പക്ഷെ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ പല സയന്റിസ്റ്റ്മാരെ കണ്ടത് the membrane proteins were insoluble in water. മാത്രമല്ല they could be extracted only using organic solvents. അതിന്റെ അർത്ഥം എന്തുവാ, പ്രോട്ടീൻസ് ഫൗണ്ട് ഇൻ മെംബ്രെയിൻസ് ആർ നോട്ട് ജസ്റ്റ് ഹൈഡ്രോഫിലിക്, ഇവിടെ ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള പ്രോട്ടീൻസും ഉണ്ടെന്ന് സാരം. ദാറ്റ് അഗെയിൻ കുഡ് നോട്ട് ബി എക്സ്പ്ലെയിൻ ബൈ ഡേവ്സൺ ഡാനിയൽ മോഡൽ. ഇനി ലാസ്റ്റ് ആയിട്ടുള്ള ഒരു ഷോർട്ട് കമ്മിങ് എന്ന് പറയുന്നത് it was suggested that membranes are fluid in nature. Fluid എന്ന് പറയുമ്പോൾ അർത്ഥം എന്തുവാ, ഫ്ലൂയിഡിറ്റി എന്ന് വെച്ചാൽ എന്താ, സോളിഡും അല്ല ലിക്വിഡും അല്ല. ഫ്ലൂയിഡ് എന്ന് വെച്ചാൽ ചെറിയ ഒരു മൂവ്മെന്റ് ഉള്ള സാധനമാണ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് മെനി ഓഫ് ദി പ്രോട്ടീൻസ് ആൻഡ് ലിപ്പിഡ്സ് ഇൻ മെംബ്രെയിൻ had the freedom to move. Okay, പക്ഷെ ഡേവ്സൺ ഡാനിയൽ മോഡൽ അനുസരിച്ച് ഈ ലിപ്പിഡ് ബൈലെയറിന്റെ ചുറ്റിനും പ്രോട്ടീൻ ഉണ്ടെങ്കിൽ they will not be free to move. അപ്പോൾ again the fluid nature of membrane could not be explained by Davison Daniel model due to all these shortcomings. And say taking all these shortcomings into account, Davison Daniel model completely തള്ളിയില്ല, അതിനെ ബേസ് ചെയ്തുകൊണ്ട് to explain all shortcomings, finally Jonathan Singer and Garth Nicholson in 1972 proposed the fluid mosaic model.
okay, which has been accepted by us now. Fluid mosaic model എന്ന് പറയുമ്പോൾ fluid എന്ന് വെച്ചാൽ എന്താ? Again I told you earlier, fluid എന്ന് വെച്ചാൽ neither liquid nor solid. There is slight movement of the molecules within the structure. ഇനി mosaic എന്ന് വെച്ചാൽ എന്തോ? You know what is mosaic? നമ്മൾ mosaic തറയെന്ന് പറയുമ്പോൾ എന്തുവാ? ഒരു തറയിൽ ഇങ്ങനെ യൂണിഫോം അല്ലാതെ കുറെ ചിപ്സ് കിടക്കുകയാണ്. അതേപോലെ the proteins are either on the surface or embedded within the lipid bilayer. അല്ല, ഇവിടെ ഒരു യൂണിഫോമിറ്റി ഇല്ല, മൊസൈക്ക് പോലെയാ. അപ്പം it is called as protein icebergs in sea of lipid bilayer എന്നാണ് ഫ്ലൂയിഡ് മൊസൈക് മോഡലിനെ പറയുന്നത്. അതുപോലെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ പ്രോട്ടീൻ either സർഫസിൽ കാണും, ചിലപ്പം വെളിയിലത്തെ it might be on the outer surface, it might also be on the inner surface of the lipid bilayer, or it might be embedded within the lipid bilayer. Okay, അപ്പോൾ ഇങ്ങനെ ഫ്ലൂയിഡ് മൊസൈക് മോഡൽ സ്ട്രക്ചർ ആണ് മെംബ്രെയിൻ ഉള്ളതെന്ന് ആദ്യമായി പ്രപ്പോസ് ചെയ്യുന്നത് ജൊനാഥൻ സിംഗറും ഗാർത്ത് നിക്കോൾസണും in 1972. ഓക്കെ, നെക്സ്റ്റ് ആ സിംഗർ ആൻഡ് നിക്കോൾസൺ സ്ട്രക്ചറിന്റെ കൂടെ അൺവിൻ ആൻഡ് ഹെൻഡർസൺ in 1980 they proposed that some of the proteins, ഇപ്പൊ ചില പ്രോട്ടീൻസ് വെച്ചാൽ അവർക്ക് ഒരൊറ്റ they have got many segments of hydrophobic regions. ഇപ്പൊ ഇതിനൊന്ന് നീട്ടി വെച്ച് കഴിഞ്ഞാൽ this part is hydrophilic, that can interact with water, but this part is hydrophobic, this again is hydrophilic, this is hydrophobic. These kinds of proteins can transverse the membrane several times. These kinds of membranes are called transmembrane segments എന്ന് പറയാം. അപ്പൊ ഇങ്ങനെ മെംബ്രെയിൻസ് ട്രാൻസ്വേഴ്സ് ചെയ്യുന്നുണ്ട് എന്ന്, ദീസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം 7 ട്രാൻസ്മെംബ്രെയിൻ ഹെലിക്സ് എന്നൊക്കെ പറഞ്ഞാൽ സിഗ്നൽ ട്രാൻസാക്ഷനിൽ വളരെ ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ ചെയ്യുന്ന പ്രോട്ടീൻസ് ആണ്. ബട്ട് ദിസ് വാസ് പ്രൊപ്പോസ്ഡ് ബൈ അൺവിൻ ആൻഡ് ഹെൻഡർസൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ മോഡൽസ് ഓഫ് മെംബ്രെയിൻ സ്ട്രക്ചറിനെ ഒന്ന് ഓവറോൾ ആയിട്ട് റീകളക്ട് ചെയ്താൽ, ഒന്ന് സമ്മറൈസ് ചെയ്താൽ, ആദ്യം ചാൾസ് ഓവർട്ടൺ ലിപ്പിഡ് നേച്ചറാണ് മെംബ്രെയിൻ ഉള്ളതെന്ന് പ്രപ്പോസ് ചെയ്തു. ലേറ്റർ ലാങ്മ്യൂർ he experimented with phospholipid and proposed the monolayer structure, and then Gotter and Grendel they studied on erythrocytes and they proposed a lipid bilayer. Davison and Daniel proposed the sandwich model, that is protein lipid protein sandwich model. Later Robertson did experiments using electron microscope and they substantiated Davison Daniel model. Then in 1980 Singer and Nicholson they proposed a fluid mosaic model, and this was further improvised by Unwin and Henderson, proposing the presence of transmembrane helixes. Okay, this is a summary of models of membrane structure. Hope you have understood.